ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ടെലഗ്രാം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത ആളുകൾക്ക് മാത്രമേ പുറത്തെടുക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാ ആളുകൾക്കും എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ആളുകൾ സെല്ല് ചെയ്തു, കുറേയധികം ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആയിരുന്നു എല്ലാവർക്കും കിട്ടിയതെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ ആ പവേൽ ദുരോവിൻ്റെയൊക്കെ ആ ഒരു മോശമായിട്ടുള്ള ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറേ കൂടെ നല്ല പ്രൈസ് പോകണ്ടായിരുന്നു. നമുക്കറിയാം ടോൺ എക്കോ സിസ്റ്റത്തിൽ എല്ലാ പ്രൊജക്റ്റുകളും നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു പ്രൈസിലാണ് നമ്മുടെ ഈ ഒരു ഡോഗ്സ് ലിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം എയർ ഡ്രോപ്പ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ ഇനിയും നല്ല എയർ ഡ്രോപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ഫാം ചെയ്യുന്ന കുറച്ച് ടെലഗ്രാം എയർ ഡ്രോപ്പുകളാണ്. കുറേ അധികം എണ്ണമൊന്നുമില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പുതിയ യൂസേഴ്സിന് ഈ എയർ ഡ്രോപ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ടെലഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന എയർ ഡ്രോപ്പുകളാണ്. അപ്പം ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം സമയം വയ്ക്കാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിസൺ ആണ്. കാറ്റിസൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ലെവൽ 40 ആയിരുന്നു. ഇപ്പം എനിക്ക് ഏകദേശം 116 ലെവൽ വരെ എൻ്റെ കാറ്റ് എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സെപ്പറേറ്റ് ഒരു ഫോണിൽ 24/7 അത് ഓണാക്കി വെച്ചിട്ട് ഫാം ചെയ്തിട്ടാണ് ഇപ്പം കാറ്റിസൺ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരേക്കും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ലെവൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ചെറിയ രീതിയിൽ ടോൺ വെച്ചിട്ട് ഫിഷ് ടോക്കൺസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാറ്റ്സിനെയും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ പുതിയ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഉടനെ എങ്ങാനും ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ള ഒരു റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഓൾഡ് യൂസേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഡിവൈസ് ഉണ്ട്. അത് 24/7 നിങ്ങൾക്ക് നെറ്റ് കണക്റ്റഡ് ആക്കി വെച്ച് ഓണാക്കി വെക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മിനിമം ഒരു പ്ലാറ്റിനം ലെവലെങ്കിലും നിങ്ങളിതിൽ എത്താനായിട്ട് ശ്രമിക്കുക. കാരണം അവർ എപ്പോഴൊക്കെ ട്വീറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ അവർ ആ ഒരു മിനിമം ലെവല് പ്ലാറ്റിനം വെച്ചിട്ടാണ് ട്വീറ്റ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് വന്നിട്ടുള്ള ട്വീറ്റ് നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഓഗസ്റ്റ് 24-ാം തീയതി അവർ സ്നാപ്ഷോട്ട് എടുത്തപ്പോണ്ടായിരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് പ്ലാറ്റിനത്തിൽ 2,44,000 പ്ലെയറും, ഡയമണ്ടിൽ 69,000, അതുപോലെ തന്നെ മാസ്റ്ററിൽ 1,00,000 സംതിങ്ങും, അതുപോലെ തന്നെ റോയലിൽ 6,000-ഓളം പ്ലെയേഴ്സാണ് ഉള്ളത്. സോ മില്യൺസ് ഓഫ് യൂസേഴ്സ് ഇതിനകത്ത് ഉണ്ടെങ്കിലും പ്ലാറ്റിനം ലെവൽ അച്ചീവ് ചെയ്തുകൊണ്ട് മേലേക്കുള്ള നമ്പർ നോക്കുകയാണെങ്കിൽ വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ ബൈനാൻസ് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് സീരിയസ് ആയിട്ട് ഫാം ചെയ്യുന്നത്. നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തു എന്നൊരു കാരണം കൊണ്ട് തന്നെ ബൈനാൻസിലേക്ക് ലിസ്റ്റിംഗ് വരണമെന്നില്ല. സോ എല്ലാവരും സ്പെക്കുലേഷൻ്റെ പുറത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഒരു എയർ ഡ്രോപ്പിൽ മറ്റുള്ള ടെലഗ്രാം എയർ ഡ്രോപ്പുകൾ, ബോട്ട് എയർ ഡ്രോപ്പുകളെക്കാട്ടൊക്കെ കോമ്പറ്റീഷനും വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നേരത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിനിമം പ്ലാറ്റിനം ലെവലെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എയർ ഡ്രോപ്പിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഹോട്ട് മൈനിങ് ആണ്. നമ്മൾ കുറേയധികം മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊജക്റ്റാണ്. പക്ഷേ ഇതിൽ നമുക്ക് മൈൻ ചെയ്യണമെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു വാലറ്റിലേക്ക് നമ്മുടെ നിയർ പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. സോ നിങ്ങൾക്ക് ഒരു $5 മുടക്കാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിയർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ടോട്ടൽ സപ്ലൈയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 42 മില്യൺ മാത്രമേ ടോട്ടൽ ഹോട്ട് ടോക്കൺസ് അവർ ഇറക്കാനായിട്ട് പോകുന്നുള്ളൂ. നിയർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മുടെ ടോണൊക്കെ പോലെ തന്നെ ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. കറൻ്റ്ലി ഏകദേശം 5 ബില്യണ് മേലെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. സോ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവർ ഈ വാലറ്റിൻ്റെ ഉള്ളിൽ കുറേയധികം ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി അവർ കുറേയധികം ചെയിൻസും ആഡ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവരുടെ ടീമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് നോക്കിയിട്ടുണ്ട് എല്ലാവരും ഞെട്ടും. പ്രീ മാർക്കറ്റിൽ
ഒരു ഹോട്ട് ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $11. സോ വളരെയധികം ഹൈ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു $3 പ്ലസ് കിട്ടിയാലും ചെയ്ത എല്ലാ ആളുകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ വർത്താവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വീഡിയോ ഇട്ട അന്ന് മുതൽ കറക്റ്റായിട്ട് ഇതിൽ മൈൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവർക്കൊക്കെ ഏകദേശം ഒരു 100-200 ഒക്കെ ടോക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു $3-4 ഒക്കെ വരെ ലിസ്റ്റിംഗ് പ്രൈസ് വന്നാലും അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതും ചെയ്തു നോക്കുക. ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വില്ലേജിൽ ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 4 തവണയായിട്ട് 100 ഹോട്ട് ടോക്കൺസ് ഓൾറെഡി വില്ലേജിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യാനായിട്ട് പറ്റും എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വില്ലേജിലും ജോയിൻ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബ്ലമ്മാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടനവധി ആളുകൾ ഇത് ചെയ്യുന്നുണ്ടാവും എന്ന് അറിയാം. സോ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അവൈലബിൾ ആണ്, നോക്കി ചെയ്യുക. വളരെ ഈസി ടാസ്കുകളാണ്. ഡെയിലി ലോഗിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ ഗെയിം കളിക്കുക, ബ്ലം പോയിൻറ്റ്സ് ഏൺ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേയധികം ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടാസ്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ബ്ലം പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങളെക്കൊണ്ട് എത്രത്തോളം ബ്ലം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അത്രത്തോളം ഏൺ ചെയ്ത് വെക്കുക. എത്രത്തോളം പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് സംബന്ധിച്ചും ഇതുവരേക്കും അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത എയർ ഡ്രോപ്പിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് മിമിഫൈ ആണ്. മിമിഫൈയും നമ്മൾ കുറേ അധികം തവണ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരുടെ ലിസ്റ്റിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നത് ഒക്ടോബർ 9 അപ്പം പുതിയ യൂസേഴ്സിന് ഏകദേശം 1 മാസത്തിന് മേലെ ഇനിയും സമയമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ അവരുടെ ഭാഗത്തു നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ബാക്കേഴ്സിൻ്റെ ലിസ്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയാനായിട്ടുള്ളത് കൺസെൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. കൺസെൻസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാമാസ്കിൻ്റെ പാരന്റ് കമ്പനിയാണ്. അത്യാവശ്യം വലിയ രീതിയിൽ പൈസയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അനിമോക്ക ബ്രാൻഡ്സും അത്യാവശ്യം നല്ല ഒരു കമ്പനിയാണ്. ഈ 2 ഫേംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു മിമിഫൈ ടോക്കൺ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കൺസെൻസിസ് സപ്പോർട്ട് ചെയ്തിറക്കുന്ന എതേറത്തിൻ്റെ ലെയർ 2 സൊല്യൂഷൻ ആയിട്ടുള്ള ലിനിയ നെറ്റ്വർക്കിലാണ് നമ്മുടെ ഈ ഒരു മിമിഫൈ ഇറങ്ങാനായിട്ട് പോകുന്നത്. സോ ലിനിയയിലൊരു ലീഡിങ് മീം കോയിനൊക്കെ ആയിട്ട് മാറാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു മിമിഫൈ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാമെന്നൊക്കെ നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ ആ ഒരു വീഡിയോയും കൂടെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം എനിക്ക് ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന 4 എയർ ഡ്രോപ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ നല്ല എയർ ഡ്രോപ്പുകൾ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമൻസിൽ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. വൺസ് അഗെയിൻ ഡോഗ്സ് എയർ ഡ്രോപ്പ് കിട്ടിയ എല്ലാവർക്കും വളരെ വലിയ കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു തുടക്കമാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ക്രിപ്റ്റോയിൽ പഠിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.